നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണം. എല്ലാ ലോകരാജ്യങ്ങളും പലസ്തീന് പിന്തുണയുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ റാഫേൽ നടത്തിയത് ലോക മനസാക്ഷിയെ വരെ ഞെട്ടിച്ച ആക്രമണമായിരുന്നു. എന്നാൽ ആ ആക്രമണത്തിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവരിൽ അമേരിക്കയും ഉൾപ്പെടുന്നു എന്ന് വെളിവാകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റാഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. CNN ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. CNN റിപ്പോർട്ട് അനുസരിച്ച് റാഫേൽ നിന്നുള്ള ദൃശ്യങ്ങൾ ജിയോ ലൊക്കേറ്റ് ചെയ്ത ശേഷം അമേരിക്കൻ നിർമ്മിത GBU-39 ബോംബിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് ആയുധ വിദഗ്ധർ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു. തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത ബോംബാണ് GBU-39 എന്ന് ആയുധ വിദഗ്ധൻ ക്രിസ് കോപ്സ്മിത്ത് CNN പറഞ്ഞു. ഇത്രയും വലിയ യുദ്ധോപകരണങ്ങൾ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ഉപയോഗിക്കുന്നത് വലിയ അപകടത്തിന് കാരണമാകുമെന്ന് മുൻ ബ്രിട്ടീഷ് ആർമി ഉദ്യോഗസ്ഥൻ കൂടിയായ കോപ്സ്മിത്ത് കൂട്ടിച്ചേർത്തു. ആക്രമണത്തിന് ശേഷം ആയുധത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെന്നും അത് അമേരിക്കൻ നിർമ്മിത GBU-39 ആണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായെന്നും മറ്റൊരു ആയുധ വിദഗ്ധൻ പറഞ്ഞു. റാഫേലെ ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്ന ഫോക്കസ്ഡ് ലെത്തലിറ്റി മ്യൂണീഷൻ ഉപയോഗിക്കുന്നതിന് പകരം കുറഞ്ഞ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു വകഭേദമാണ് ഉപയോഗിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത സീരിയൽ നമ്പറുകളും കാലിഫോർണിയയിലെ ബോംബ് നിർമ്മാതാക്കളുമായി പൊരുത്തപ്പെടുന്നതാണെന്നാണ് CNN റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ റിപ്പോർട്ടുകൾ US നിഷേധിക്കുകയാണ് ഉണ്ടായത്. അതേസമയം റാഫേൽ ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങൾ നിർമ്മിച്ചത് ആരാണെന്ന് അറിയില്ലെന്നാണ് US നൽകുന്ന വിശദീകരണം. വ്യോമാക്രമണത്തിൽ ഏത് തരത്തിലുള്ള യുദ്ധോപകരണമാണ് ഉപയോഗിച്ചതെന്ന് തനിക്കറിയില്ല, അത് ഇസ്രായേലിനോട് ചോദിക്കണമെന്നാണ് പെന്റഗൺ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സബ്രീന സിംഗ് പറഞ്ഞത്. 17 കിലോ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ 2 യുദ്ധോപകരണങ്ങളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗേരി നേരത്തെ പറഞ്ഞിരുന്നു. റാഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 45-ലധികം പേരാണ് വെന്തുമരിച്ചത്. ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. ആക്രമണം അവസാനിപ്പിക്കണമെന്ന ലോക കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ഇസ്രായേൽ ഇപ്പോഴും റാഫേൽ ആക്രമണം തുടരുകയാണ്. സുരക്ഷിതമായി വസിക്കാമെന്ന് വിചാരിച്ച് റാഫേലിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്തവരാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വെന്ത് ചാമ്പലായത്. എന്നാലും ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ബൈഡന്റെ ഇരട്ട മുഖമാണ് വെളിച്ചത്താകുന്നത്. ഗാസയ്ക്ക് ഇടയ്ക്ക് വന്ന പിന്തുണയും അടിയിൽ കൂടെ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്ന അമേരിക്ക 2 തോണിയിൽ കാൽവെച്ചാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ അധികം നാൾ ഇങ്ങനെ പോകാൻ അവർക്കാകില്ല. ഇപ്പോൾ ലോകം ഒരുമിച്ചാണ്, പലസ്തീനൊപ്പമാണ്. നെതന്യാഹു ശിക്ഷിക്കപ്പെടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നെതന്യാഹുവിന് കൂട്ടുനിൽക്കുന്ന ബൈഡനും അതേ അവസ്ഥ തന്നെ ആയിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല.